തീ തൊടാതിരുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗം, ഒരു മോതിരം, മാലയെന്ന് കരുതാവുന്ന മറ്റൊന്ന്, ഒരു ചെരുപ്പ്. രഞ്ജിതയിരുന്ന 19F എന്ന സീറ്റിനടുത്തു നിന്നും കിട്ടിയ വസ്തുക്കൾ. ഏറിയ പങ്കും തീയെടുത്ത ഈ വസ്തുക്കൾ മൃതദേഹം കൈമാറിയതിനൊപ്പമാണ് ബന്ധുക്കൾക്ക് നൽകിയത്. സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും ചേർന്ന് ഏറ്റുവാങ്ങി. ഡ്രസ്സ് ഉണ്ടായിരുന്നു, ചെരുപ്പുണ്ടായിരുന്നു, പിന്നെ റിങ്സ്, പിന്നെ മാല, അതെല്ലാം കൂടെ പ്രത്യേകം സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് നമുക്ക് തന്നായിരുന്നു. അത് അവർ ബോധ്യപ്പെടുത്തി ഇതാണ് സംഭവം, നമുക്ക് മനസ്സിലായത്, തിരിച്ചറിഞ്ഞത്. ശരീരത്തോട് പറ്റിപ്പിടിച്ചത് ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്കത് തിരികെ നൽകും. അഹമ്മദാബാദിലെ ആശുപത്രിയിൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസർ അരവിന്ദ് വിജയന്റെ വാക്കുകൾ അവർ ഇപ്പോഴും ഓർക്കുന്നു. അത് ഇനി അവർ എന്തെങ്കിലും ആവശ്യം സാധനം റിക്കവർ ആവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കും, നമുക്ക് ചെന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ എയർ ഇന്ത്യ മൊത്തം പറഞ്ഞിട്ടുണ്ട്, എന്ത് ആവശ്യമില്ല അവരോട് കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാ സഹകരണവും. പിന്നെ ഇപ്പം ലഗേജിൻ്റെയൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോൾ ലഗേജ് കിട്ടുവാണെങ്കിലും ഐഡൻറ്റിഫൈ ആയെങ്കിൽ നമ്മളെ വിളിക്കും, അപ്പം നമുക്ക് ചെന്ന് കളക്ട് ചെയ്തിട്ട് വരാം. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ രഞ്ജിതയുടെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ പെട്ടി ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചു. ഉച്ചതിരിഞ്ഞ് മൃതശരീരത്തിനോടൊപ്പം ഈ പെട്ടിയും വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.